ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ക്രിസ്മസിന് ഈസി ആയിട്ട് വെറും 10 ദിവസം കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പഴത്തിൻ്റെ വൈനാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത്. ഇനി ക്രിസ്മസിന് അധികം ദിവസമൊന്നും ഇല്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് ഈ അത്യാവശ്യം വീര്യമുള്ള ഈ പഴം വൈൻ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു വൈൻ തയ്യാറാക്കാൻ വേണ്ടി പാളയൻകോടൻ പഴമാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിവിടെ 15 പഴുത്ത പാളയൻകോടൻ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരമായിട്ട് റോബസ്റ്റ പഴം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ പാളയൻകോടൻ പഴമാണ് ഈ ഒരു വൈൻ തയ്യാറാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ പഴം ഈ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വൈൻ തയ്യാറാക്കുമ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പാത്രവും ഇളക്കാൻ ഉപയോഗിക്കുന്നതും നമ്മുടെ കൈയും നല്ലവണ്ണം ഡ്രൈ ആയിരിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാത്രത്തിലോ നമ്മുടെ കയ്യിലോ വെള്ളമയം ഉണ്ടെങ്കിൽ ഈ വൈന് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം വൈൻ തയ്യാറാക്കുമ്പോൾ അതിപ്പോൾ ഏത് വൈനാണെങ്കിലും നമ്മൾ ഈ കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വൈനിലേക്ക് 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 1 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് 1/2 കിലോ പഞ്ചസാരയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്കായാണ്. ഈ വൈൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഭരണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് കഴുകി നന്നായിട്ട് ഡ്രൈ ആക്കിയ ഭരണിയാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് ഗ്ലാസ് ജാർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം. ഇനി നമുക്ക് വൈൻ തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഈ ഭരണിയിലേക്ക് നമുക്ക് 1 ലെയർ നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടല്ല, കുറച്ച് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ വൈനിന് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര എടുക്കാം കേട്ടോ. ഇനി ഈ പഞ്ചസാരയുടെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പഴത്തിൻ്റെ പീസസ് കുറച്ച് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത പഴത്തിന് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ ഇട്ടതുപോലെ പഴം ചേർത്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ ആ മൊത്തത്തിൽ പഞ്ചസാരയും പഴവും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാരയും പഴവും എല്ലാം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു സ്പൈസസ് ആണ് കേട്ടോ. ഈ ഒരു പട്ടയും ഗ്രാമ്പും ഏലക്കയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ആണ് കേട്ടോ. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് റൂം ടെമ്പറേച്ചറിൽ അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് തണുത്തതിന് ശേഷം മാത്രം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ ഈ ഭരണിയുടെ 1/4 ഭാഗത്തോളമാണ് ഈ വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഭരണി മൊത്തത്തിൽ നിറയുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കല്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വലിയ ഭരണി വേണം എടുക്കാൻ കേട്ടോ. കാരണം ഈ വൈൻ ഫെർമെൻറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വൈൻ ഉണ്ടാക്കാൻ എടുക്കുന്ന ഭരണിയുടെ ആ ഒരു കപ്പാസിറ്റി. ഇനി നമുക്ക് ഇതൊരു ഉണങ്ങിയ തടിത്തവി വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇത് ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയും നല്ല ഡ്രൈ ആയിരിക്കണം, അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തടിത്തവി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.
അതായത് ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ 10 ദിവസവും നമ്മൾ ഒരേ സമയത്ത് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഇതിപ്പോൾ നമ്മൾ ഈ രാത്രിയിലാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചതെങ്കിൽ ഇനിയുള്ള 9 ദിവസം ഇതേപോലെ രാത്രിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ ഭരണി അടച്ചു വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ വെച്ച് കെട്ടി ഇതേപോലെ ഒന്ന് ടൈ ചെയ്ത് അധികം സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അടിക്കാത്ത ഒരു ഭാഗത്ത് നമുക്കിത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുത്ത 9 ദിവസവും ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ 8 ദിവസമായിട്ടുണ്ട്. ഞാനിത് 8ാമത്തെ ദിവസം ഇളക്കാൻ വേണ്ടി തുറക്കുന്നതാണ് കേട്ടോ. നമ്മൾ 8 ദിവസവും ഒരേ സമയത്ത് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇത് നോക്കാം ഇതെങ്ങനെ ആയിട്ടുണ്ടെന്ന്. ഇത് കണ്ടില്ലേ, നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു പഴമൊക്കെ മുകളിലേക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളത് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിതിപ്പോൾ 8ാമത്തെ ദിവസം ഇത് ഷൂട്ട് ചെയ്തത്. ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അടച്ചു വെക്കാം. അതായത് ഇപ്പോൾ 10ാമത്തെ ദിവസം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അതായത് ഇപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റായി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തവി വെച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു നല്ല തുണിയിൽ ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇത് അരിച്ചെടുക്കാൻ വേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒട്ടും വെള്ളമയമില്ലാത്ത ഉണങ്ങിയ ടവൽ വേണം കേട്ടോ എടുക്കാൻ. ഇതേപോലെ ഇത് മൊത്തത്തിൽ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അതായത് നമ്മൾ ക്ലീൻ ആയിട്ട് വെള്ളമയം ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. ഞാനിതുപോലെ ഒരു ഫണൽ വെച്ചിട്ടാണ് കേട്ടോ ബോട്ടിലേക്ക് വൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ വൈൻ ഒഴിച്ചു വെക്കുന്ന ബോട്ടിൽ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കണം കേട്ടോ. ഈ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് ഒരുപാട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യരുത്. അതേപോലെ ഈ ബോട്ടിൽ നിറയാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു വൈന് ഒഴിച്ചു വെക്കാൻ. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം. ഇനി ഈ വൈന് കുറച്ചുകൂടെ ഒന്ന് തെളിഞ്ഞ് വരാനും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ച കൂടി ഇതൊന്ന് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. പക്ഷെ ഒരാഴ്ച കൂടി വെക്കുവാണെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്കിതിനി ഒരാഴ്ച കൂടെ പുറത്ത് വെച്ചതിന് ശേഷം എടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഒരാഴ്ച കൂടെ ഞാനത് പുറത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ വൈന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മട്ടൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. ഇതാ കണ്ടില്ലേ, വൈനിപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് അത്യാവശ്യം വീര്യമുള്ള ഒരു വൈനാണ് കേട്ടോ ഈ ഒരു പഴം കൊണ്ടുള്ള വൈന്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിത് കുടിക്കുമ്പോൾ നമ്മളിത് പഴം കൊണ്ടുണ്ടാക്കിയ വൈനാണെന്ന് മനസ്സിലാവുകയില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു പഴം വൈൻ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.